പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമിക അമ്മേനോട് പറയാണ് അവൾമാർക്കൊക്കെ എന്തോ ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് അനാമികയുടെ അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര പേടിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഈ വീട്ടിൽ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞാൽ ദേവയാനി ചേച്ചീനെയാണ് മറ്റുള്ളവരെല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതുകൊണ്ട് വല്ല പ്രശ്നമൊക്കെ ആവുമോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും വേണു വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ എന്തായി എന്ന് അറിയാനായിരിക്കും അച്ഛൻ വിളിക്കുന്നത് എന്ന് പറയും. എന്തായി എന്നിട്ട് വേണു വിളിച്ച ഉടനെ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നത് എന്തായി കാര്യങ്ങൾ എന്നാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ കൊണ്ടുപോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ വെരി ഗുഡ് എന്ന് പറയും. അപ്പോൾ പിന്നീട് രേവതി പറയുന്നുണ്ടായിരുന്നു അവളെ അല്ല കൊണ്ടുപോയത്, ദേവേച്ചീനെയാണ് കൊണ്ടുപോയത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനീനെ എന്ന് വേണു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ കാര്യങ്ങൾ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് രേവതി പറയുമ്പോൾ നിന്നൊക്കെ ഇത് ഞാൻ ഏൽപ്പിച്ചപ്പോഴേ അറിയാം ഇത് ഇങ്ങനെ നടക്കുള്ളൂ എന്നൊക്കെ വേണു ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നല്ല കാര്യമായിട്ടാണ് എല്ലാം ചെയ്തത്, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചു, അത് മാത്രം ഞങ്ങൾക്ക് അറിയില്ല. ഇനിയിപ്പോൾ അധികം വിളിയൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും കാതും കൂർപ്പിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പദ്ധതി പൊളിഞ്ഞു എന്ന് പറഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണുവിന് ഭയങ്കര സങ്കടം നിരാശയൊക്കെ ആവുന്നുണ്ട്. പിന്നീട് അച്ഛനെ വലിയ നിരാശയായി കാണുമല്ലേ എന്ന് അനാമിക ചോദിക്കുമ്പോൾ അത് പിന്നെ ആവാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അനാമികയോട് അമ്മ പറയുകയും ചെയ്യാണ്. ഇനിയിപ്പോൾ അനാമികയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷൻ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ 2 ആഴ്ച അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിച്ച് ചോദിക്കുമ്പോൾ അവരങ്ങ് ചത്തുപോകുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ നീ നാക്ക് വളച്ച് അങ്ങനെയൊന്നും പറയാതെ ഇങ്ങനെ 2 ആഴ്ച കിടപ്പിലാവുമെന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയൂട്ടോ. അപ്പോഴേക്കും രേവതിക്കും ഭയങ്കര പേടിയാവും. പിന്നീട് ആദർശാണെങ്കിലും ദേവയാനീനെ ICUലാണല്ലോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ജയനാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് ഞാനാണ് രാത്രി 1 ഗ്ലാസ് പാല് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ പാലും കുടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ദേവയാനി റൂമിലേക്ക് വന്നതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മയാണോ ആ പാല് കുടിച്ചത്, ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണ്, പിന്നെ ചെന്ന് നോക്കുമ്പോൾ അവിടെ പാല് കാണാനില്ലായിരുന്നു, അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് വേറെ പാലെടുത്ത് തിളപ്പിച്ചാണ് ഞാൻ ചേച്ചിക്ക് കൊടുത്തതെന്നൊക്കെ പറയൂട്ടോ. പക്ഷേ ആ പാലിൽ എങ്ങനെ പാല് കുടിച്ചു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ നയന സംശയം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആ സമയത്ത് നവ്യ വിളിക്കുകയാണ് കേട്ടോ. അപ്പം നവ്യ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നിന്നെ പ്രതിയാക്കാനാണ് ഇവിടെ എല്ലാവരും നോക്കുന്നത്, എന്തായാലും നീ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം എന്നെ ഒന്ന് വിളിക്കുകയെന്ന് പറയാണ്. അപ്പം നവ്യ സംസാരിക്കുന്നത് അനാമികയും അമ്മയും അവിടെ നിന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അമ്മ ICUലാണ്, കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വിളിക്കുകയെന്ന് പറഞ്ഞ് നവ്യ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ നവ്യ അങ്ങ് കോൾ വെക്കുന്ന സമയത്ത് അനാമികയും അമ്മയും പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മാറുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ അത് കാണുന്നുണ്ടായിരുന്നു. നവ്യ മനസ്സിലിങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടെ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ചതായിരിക്കും, എന്നിട്ട് ഇങ്ങനെ മാറി നിന്ന് ഓരോന്ന് ഒളിഞ്ഞ് കേൾക്കുകയാണെന്ന് ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നവ്യയ്ക്കും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നയനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ. നയന കാച്ചി വെച്ച പാലാണല്ലോ ദേവയാനി എടുത്ത് കുടിച്ചത്, അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതും കൂടെ പറയുന്നുണ്ടായിരുന്നു നയന. എന്നാലും എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഡോക്ടർ വരുമ്പോഴേക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോ എന്നാണ് കേട്ടോ. ആ സമയത്ത് ആദർശാണെങ്കിലും പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഡോക്ടർ എന്ന് പറയും. അല്ല, സൂയിസൈഡ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ച പോലെയാണ് തോന്നുന്നത്, മാരകമായിട്ടുള്ള വിഷമാണ് ഉള്ളിൽ ചെന്നിട്ടുള്ളതെന്ന് പറയട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ഒരു കൊടും വിഷമുള്ള പാമ്പ് കടിച്ചത് എങ്ങനെയാണോ അതുപോലെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ സാറിൻ്റെ മിസ്സിസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫാമിലി ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചതെന്ന് പറയും കേട്ടോ. രാത്രി പാല് കുടിച്ചിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പാല് കുടിച്ചിരുന്നു എന്ന് പറയും. ആ പാലിൽ ചേർത്തിട്ടാണ് വിഷം കഴിച്ചിട്ടുള്ളതെന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലും ശത്രുതയുള്ള ആരെങ്കിലും പാലിൽ വിഷം ചേർത്ത് വെച്ചതും ആവാം എന്നും കൂടെ ഉള്ളൊരു സംശയം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കാര്യം അത്ര നിസ്സാരമല്ല, ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ നയനയ്ക്കും ആദർശനും ജയനും ഒക്കെ ഭയങ്കര സംശയം അതുപോലെ തന്നെ ഭയങ്കര ഷോക്കും ആയിട്ടുണ്ട് കേട്ടോ. വിഷം ഉള്ളിൽ ചെന്നു എന്ന് പറയുന്ന സമയത്ത് നയനയാണെങ്കിലും അത് പറയുന്നുണ്ടായിരുന്നു. എന്നാലും അതെങ്ങനെ സംഭവിച്ചു, ഞാൻ കാച്ചി വെച്ചിരുന്ന പാലാണല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ മോളെ എന്ന് പറയും. പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ണടച്ച് ഇങ്ങനെ ദേവയാനിക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പിന്നീട് ജയനാണെങ്കിലും ദേവയാനീനെ ICUവിൻ്റെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശനും നയനയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശനും എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ.
പിന്നീട് നയനയാണെങ്കിലും ആദർശിനോട് ഇങ്ങനെ സംശയം പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആദർശേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഇങ്ങനെ അമ്മയ്ക്ക് ഷോക്കായിട്ട് അമ്മ തന്നെ ചെയ്തതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഏയ് അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നാണ് കേട്ടോ ആദർശും പറയുന്നത്. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ നവ്യയ്ക്ക് കൊടുക്കാനുള്ള കാച്ചി വെച്ച പാലാണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ അതിലെന്തേലും ഇങ്ങനെ മായം ചേർത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചില്ല, അതുകൊണ്ടാണല്ലോ അമ്മ അങ്ങനെ ചെയ്തതാണോ എന്നുള്ളൊരു സംശയം ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് എന്തായാലും നമുക്കറിയില്ലല്ലോ, എന്തായാലും വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ. പെട്ടെന്ന് തന്നെ നയനയ്ക്ക് ഓർമ്മ വരികയാണ്, ഇങ്ങനെ അഭിക്കുന്ന വല്ലാത്തൊരു സ്നേഹമായിരുന്നല്ലോ നവ്യനോട്. നവ്യനെ വീട്ടിൽ കൊണ്ടുപോയി നവ്യനെ പുറത്തൊക്കെ കറങ്ങാൻ കൊണ്ടുപോയി, അതുകൊണ്ട് തന്നെ ചേച്ചിക്കും ഭയങ്കര സംശയമായിരുന്നു അഭി ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാനിന്ന് ചേച്ചിക്ക് പാല് എടുത്ത് കൊണ്ടു കൊടുത്ത ശേഷം അപ്പച്ചി അനാമികി അവളുടെ അമ്മയ്ക്ക് ഇങ്ങനെ പതിവില്ലാതെ അവിടെ ചുറ്റി തിരിഞ്ഞ് നിൽക്കുന്നതും കണ്ടു എന്ന് നയന പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും വീട്ടിനുള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അന്നിങ്ങനെ അമ്മ അനാമികയ്ക്ക് കൊടുത്ത മാല മോഷണം പോയ പോലെ വീടിനുള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തായാലും ഇത് ചെയ്ത യഥാർത്ഥ പ്രതികൾ ഇപ്പം മാറി നിന്ന് മൗനമായിട്ട് ചിരിക്കുന്നുണ്ടാവും എന്നൊക്കെ ആദർശ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആദർശിനും നയനയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ, ഇങ്ങനെ ദേവ്യാനി ഇങ്ങനെ കിടക്കുന്നതൊക്കെ കണ്ടിട്ടും. പിന്നെ അനാമികേനെയും അമ്മേനെയാണ് കാണിക്കുന്നത്. അവർക്കും ഭയങ്കര ടെൻഷനാണ് കേട്ടോ, അവർ വിചാരിച്ച ആളല്ലല്ലോ കിടപ്പിലായത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ജലജ അവിടേക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ എണീക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അനാമികയും അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ, ഇവിടെ തന്നെ ഇരിക്കുകയാണോ എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരം. അപ്പോൾ അനാമിക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വല്യമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇവിടെ തന്നെ ഇരുന്നാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്, ഇനി ഏട്ടത്തിക്ക് ഇങ്ങനെ സുഖമായി എന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഉറക്കം വരുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും അതേ ഇതുപോലെ തന്നെയാണ്, ജലജയ്ക്കും ഒന്നും അറിയില്ലല്ലോ, അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെ സംഭവിക്കാനാ, ഇങ്ങനെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയതിന് ഇങ്ങനെ അമ്മായിയമ്മേനെ മരുമകൾ കിടത്തിയതാണെന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതിക്കും അനാമികയ്ക്കും ഒരു ആശ്വാസം ആവുന്നുണ്ട്, അതിൽ അങ്ങ് കയറി പിടിക്കാമല്ലോ. അപ്പോൾ എന്നാലും ഇവളുമാരെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അനാമിക ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അവളുമാരെ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും, ഇങ്ങനെ അനന്തപുരിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തതെന്ന് അറിയാലോ. ഒരാൾ മുഖം മറച്ചാണ് വന്നത്, അതിനുശേഷം ഒരുത്തിയാണെങ്കിൽ എൻ്റെ മകനെ ഇങ്ങനെ വളച്ചെടുത്തു എന്നൊക്കെ പറയാണ് കേട്ടോ. അവർക്ക് ഇങ്ങനെ അനന്തപുരിയിൽ കയറണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതെന്തായാലും അവർ സാധിച്ചെടുത്തു. അപ്പോൾ അവർ ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്യും, കാരണം അമ്മായിയമ്മേനെ കിടത്തിയാലേ അവളുമാർക്ക് ഇവിടെ അങ്ങ് സുഖിക്കാലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ വിടാൻ പാടില്ല എന്ന് അനാമികയും അമ്മയും അതിനെ കൂട്ടുപിടിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ജലജയും അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെങ്ങനെ വിടരുത് മോളെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അനാമികേനെയും അമ്മേനെയും ചൂട് പിടിപ്പിച്ച് ജലജ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പോയി കഴിയുമ്പോൾ രേവതിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ചിന്തിക്കുന്ന പോലെയാണല്ലോ അവരും കാര്യങ്ങൾ ചിന്തിക്കുന്നതെന്ന് പറയും, അതുകൊണ്ട് നമ്മൾ ആ സ്റ്റാൻഡിൽ തന്നെ അങ്ങ് ഉറച്ചു നിന്നാൽ മതി എന്ന് പറയാണ് കേട്ടോ. നമ്മുടെ പേരിലേക്ക് ഒരു സംശയം വരാനുള്ള ഇട കൊടുക്കരുത്, ഇങ്ങനെ നയനയുടെയും നവ്യയുടെയും പേരിലേക്ക് അങ്ങ് ഇട്ടോണോ, എന്ത് പ്രശ്നം വന്നാലും എന്നൊക്കെയാണ് കേട്ടോ രണ്ടും കൂടെ പ്ലാൻ ചെയ്യുന്നത്. പിന്നീട് ദേവയാനീനെയാണ് കാണിക്കുന്നത്. ആദർശും ജയനും കൂടെ ICUവിൽ കയറി ദേവയാനീനെ കാണുകയാണ്. അപ്പോൾ ദേവയാനി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ആദർശിന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ആദർശ് ജയനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ ജയൻ ആദർശിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് അവർ പുറത്ത് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആദർശേട്ടാ ഇപ്പം അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ നയന് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ ഇറങ്ങി വരുമ്പോൾ. ആ സമയത്ത് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മ എപ്പോഴും നല്ല മയക്കത്തിലാണെന്ന് പറയും. പിന്നെ നയനയാണെങ്കിലും ഇങ്ങനെ ജയനോട് പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറയൂ കേട്ടോ. അപ്പോൾ വേണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ എന്ന് ജയൻ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് അറിയാതെ ഞങ്ങൾ എങ്ങനെയാ വീട്ടിലേക്ക് പോകുന്നതെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ജയന്റെ കാര്യം അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആദർശാണെങ്കിലും ജയനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാനിങ്ങനെ നയനയോട് അടുപ്പം കാണിക്കുന്നതുകൊണ്ട് അമ്മ ഇങ്ങനെ സ്വയം അങ്ങനെ ചെയ്തതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജയനാണെങ്കിലും ആദർശിനോട് പറയാണ്, മോൻ്റെ അമ്മ അത്രയ്ക്ക് ഇങ്ങനെ മനസ്സ് കരുത്തില്ലാത്ത ആളൊന്നല്ല, മോൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ആ വഴിക്ക് ചിന്തിക്കേണ്ടെന്ന് ഇങ്ങനെ പറയൂട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും വീട്ടിനുള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ചെയ്യുന്നത് അപ്പച്ചി അതുപോലെ തന്നെ അബിയാണ്, അതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയ മരുമോളും കൂടെ കൂടിയിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ജയനും ആ ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നീട് ജയൻ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും വീട്ടിനുള്ളിലുള്ളവർ തന്നെയാണ് പ്രതികൾ, അല്ലാതെ പുറത്തു നിന്ന് ആരും വന്ന് ഇപ്പോൾ പാലിൽ വിഷം
ഇങ്ങനെ കലർത്തില്ലല്ലോ എന്ന് പറയൂട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിനുള്ളിലുള്ളവർ തന്നെയാണ് പ്രതികൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംശയമാണ് കേട്ടോ. പിന്നീട് രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ മുത്തശ്ശനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ മുത്തശ്ശന് ചായ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ആ കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇന്ന് രാവിലെ കിട്ടേണ്ട ചായ കിട്ടിയില്ലല്ലോ, നൈനമോൾ അവിടെ ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആദർശിൻ്റെ കൂടെ മോള് ഇങ്ങനെ അമ്പലത്തിലേക്ക് പോയോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ജലജ ചായയും കൊണ്ട് അവിടേക്ക് വരികയാണ് കേട്ടോ. അവൾ അമ്പലത്തിലൊന്നും പോയില്ല, അവൾ ഹോസ്പിറ്റലിലാണ് പോയത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി, മോൾക്ക് തലകറക്കോ ക്ഷീണോ വല്ലതും വന്നോ, മോള് വിശേഷം അറിയിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, മോളല്ല വിശേഷം അറിയിച്ചത്, ഇങ്ങനെ ഏട്ടത്തിയാണെന്ന് പറയട്ടെ. അപ്പം നീ എന്തൊക്കെയാ ജലജ ഈ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ അമ്മയും അച്ഛനും ഇവിടെ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജയാണെങ്കിലും പറയും, ഇങ്ങനെ ഇന്നലെ നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അനിയത്തി കാച്ചി വെച്ചിരുന്ന പാല് ഇങ്ങനെ ഏട്ടത്തി എടുത്ത് കുടിച്ചു, അതിനുശേഷമാണ് ഏട്ടത്തിക്ക് വയ്യാതായത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. എന്തായാലും ഏട്ടത്തിയുടെ കാര്യം കുറച്ച് സീരിയസ് ആണ് എന്നൊക്കെ ജലജ പറയാണ്. അപ്പം തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഭഗവാനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയൂ കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, എങ്ങനെ പറയാതിരിക്കുക, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഭഗവാനെ കൂട്ടുപിടിച്ച് അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആദർശിനെയും നൈനേനെയും രണ്ട് മുറിയിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനഃപൂർവ്വമാണ് ദേവയാനി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറയുമ്പോഴും ജലജ മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഏട്ടത്തിക്ക് വയ്യാതായാൽ അവളുമാർക്ക് രണ്ടെണ്ണത്തിനും നല്ല സന്തോഷമായിട്ടുണ്ട് എന്ന് പറയൂട്ടോ, നവ്യയ്ക്കും നൈനയ്ക്കും എന്ന് പറയുമ്പോൾ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല, പ്രത്യേകിച്ച് നൈനമോള്. ഇപ്പോൾ അതുപോലെ തന്നെ മരുമോളെ മനസ്സിലാക്കാതെ അമ്മായിയമ്മയാണ് ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്തായാലും ഏട്ടത്തിയുടെ കാര്യം ഭയങ്കര സീരിയസ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജലജ അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ആകെ വിഷമമായിട്ടുണ്ട്. പിന്നീട് അനാമികേനെയും അമ്മേനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും ഭയങ്കര ടെൻഷനിലും കാര്യത്തിലൊക്കെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോഴേക്കും നവ്യ അവിടേക്ക് ഒരു ഗ്ലാസ് ചായയും കുടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത ഉടനെ രേവതി നവ്യനോട് പറയുന്നത്, എന്തായാലും ഇങ്ങനെ നിന്റെ അനിയത്തി ഇങ്ങനെ അമ്മായിയമ്മേനെ കിടത്തി കളഞ്ഞല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നൈനേനെ പ്രതിയാക്കാനാണ് നോക്കുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെ നവ്യ നല്ലോണം തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നവ്യ പറയുന്നുണ്ടായിരുന്നു, വെറുതെ അവളെ പ്രതിയാക്കാൻ നോക്കണ്ട, ഇവിടെ പ്രതികൾ ആരാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാൻ കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് വെറുതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമിക പറയും, നിനക്കൊന്നും അറിയില്ല, നീയും നിന്റെ അനിയത്തിയും കൂടി ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടി വെക്കാൻ നോക്കണ്ടെന്ന് പറയുമ്പോൾ നവ്യയാണെങ്കിൽ അന്ന് പായസത്തിൽ ഇങ്ങനെ രണ്ടുപേരും കൂടെ വിഷം കലർത്തിയ കാര്യം ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടിട്ട് തന്നെയാണ് അത് മാറ്റി വെച്ചത്, നിങ്ങൾ തോണ്ടിയ കുഴിയിൽ നിങ്ങൾ തന്നെ വീണു എന്ന് പറയാണ് കേട്ടോ. അതുപോലെ ഇവിടെ എന്തോ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കും ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ അവരിങ്ങനെ വഴക്കടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇവൾക്ക് കുടിക്കാൻ വേണ്ടി അനിയത്തി ഇങ്ങനെ കാച്ചി വെച്ചിട്ടുള്ള പാലാണ് വല്യമ്മ എടുത്ത് കുടിച്ചതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ സംസാരത്തിൽ കുറച്ച് നിലവാരമൊക്കെ ആവാൻ മോളെ എന്ന് പറയൂ കേട്ടോ. അവളെ ഇവളെന്നൊക്കെ വിളിക്കാൻ നൈനമോളും നവ്യമോളും ഇങ്ങനെ മോളുടെ ഏട്ടത്തിമാരാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ വല്യമ്മയ്ക്ക് സുഖമില്ലാത്ത അതിൻ്റെ ടെൻഷനിൽ അങ്ങ് പറഞ്ഞു പോയതാണ്, സോറി മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് രേവതി ആണെങ്കിലും അവരുടെ ഭാഗം ക്ലിയർ ആക്കണമല്ലോ, അപ്പം അതിനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോൾക്ക് ഇങ്ങനെ ദേവേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ആയിക്കോട്ടെ, എന്നാലും സത്യം അറിയാതെ നമ്മൾ ആരെയും സംശയിക്കുന്നത് ശരിയല്ല എന്ന് പറയും. പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, എനിക്ക് കുടിക്കാൻ വേണ്ടി നൈന കാച്ചി വെച്ചിട്ടുള്ള പാൽ തന്നെയാണ് ഇങ്ങനെ അമ്മായി എടുത്ത് കുടിച്ചത്. നൈന ഇങ്ങനെ പാല് കാച്ചി വെച്ച് പോയ ശേഷം പിന്നെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ആ പാൽ അവിടെ കാണാനില്ലാത്തതുകൊണ്ട് നൈന വേറെ പാലെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് തിളപ്പിച്ചാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നേന്ന് പറയട്ടെ. അപ്പോൾ മുത്തശ്ശിന് ആകെ സംശയമാവുന്നുണ്ട്, അനാമികയ്ക്കും ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്.